പറയൂ, ഞാൻ എവിടെയാണ്? നീ തന്നെ പറയൂ, എവിടെ ഒളിച്ചിരിക്കുന്നു? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്നാൽ ഇവിടെ. നിന്റെ ഇവിടെ? ഞങ്ങളുടെ ഇവിടെ? അത് അവിടെ ആയിരിക്കുമല്ലോ. ഞാൻ എവിടെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെയും ഇവിടെയും ഒന്നും ഉണ്ടാകില്ല. പിന്നെ കളി അതോടെ തീരില്ലേ? എന്നാൽ ശരി, ഞങ്ങൾ മാതാക്കൾ എല്ലാവരും ഒരുമിച്ച് വരും. നീ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ. എല്ലാവരും ഒരുമിച്ചോ? വേണ്ട വേണ്ട, അപ്പോൾ എന്നെ പിടികിട്ടും. അല്പം ദയ കാണിക്കൂ ഈ ബാലനോട്. ദയ? എന്തിനു വേണ്ടി? ദയയില്ലെങ്കിൽ ഓർക്കുകയെങ്കിലും ചെയ്യൂ. ഓർത്തു നോക്കൂ. ശരി, ആദ്യം ഞാനിതാ വരുന്നു നിന്നെ പിടിക്കാനായി. വന്നോളൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, നിങ്ങളെല്ലാം വലിയവരാണ്, മാതാക്കളാണ്, എന്നേക്കാൾ സമർത്ഥരാണ്. അതിനാൽ എനിക്കും അല്പം സാമർഥ്യം കാണിക്കാൻ അവസരം തരണം. ഞാനൊരു കൊച്ചു ബാലനല്ലേ. എന്ത് സാമർഥ്യം? സുകൃതി മാതാവ് എന്നെ പിടിക്കാൻ വരുമ്പോൾ ബാക്കി 5 മാതാക്കളും അവരുടെ കണ്ണുകൾ അടച്ചു പിടിക്കണം, വായും അടയ്ക്കണം. എപ്പോൾ ഞാൻ പറയുന്നുവോ അപ്പോഴേ കണ്ണും വായും തുറക്കാവൂ. ഞങ്ങൾക്ക് സമ്മതമാണ്. ഞാൻ ഇപ്പൊ പിടിക്കും നിന്നെ. പറഞ്ഞതല്ലേ എല്ലാവരും കണ്ണും വായും അടയ്ക്കുമെന്ന്. കാർത്തികേയ, ഇവരുടെ കണ്ണുകളും വായും അടച്ചിട്ടാണ്. ഇവർ അവരുടെ കൈ കൊണ്ടാണ് നിന്നെ പിടിച്ചത്. ഞാൻ ഇല കളിക്കാൻ എന്നെ ചതിക്കുകയായിരുന്നു. എന്താ, അമ്മ പുത്രനെ ചതിക്കുമോ? പിന്നെന്താ, പുത്രൻ അമ്മയെ ചതിക്കുമോ? പുത്രൻ ചിലപ്പോൾ ചെയ്തെന്ന് വരും, പക്ഷെ മാതാവ് ഒരിക്കലും പുത്രനോട്. നാരായണ നാരായണ. ഭഗവാൻ വിഷ്ണു മാതാവിന്റെ ഹൃദയം അമൃതജലം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളെല്ലാം കുമാരൻ കാർത്തികേയനെ മാതൃസ്നേഹവും മമതയും നൽകിയല്ലോ. അത് ലോകം മുഴുവൻ എന്നും സ്മരിക്കപ്പെടും. അതിനെ പ്രശംസിക്കാൻ വാക്കുകളില്ല, ശബ്ദം പര്യാപ്തമല്ല. ഇതിൽ അത്ഭുതവും പുതുമയും എന്താണ് ദേവർഷേ? മാതാവ് എപ്പോഴും പുത്രസ്നേഹത്തിൽ തന്റെ സർവസ്വവും ത്യാഗം ചെയ്തു വരുന്നു. ഇപ്പോൾ ആ സമയം വന്നു. മാതാക്കൾ പുത്രസ്നേഹത്താൽ സർവവും ത്യജിക്കാൻ തയ്യാറാകണം. അങ്ങയുടെ ഉദ്ദേശം മനസ്സിലായില്ലേ ദേവർഷേ? എന്റെ ഉദ്ദേശം കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾക്കെല്ലാം മനസ്സിന് കാഠിന്യം ആർജിക്കേണ്ടി വരും. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ കാഠിന്യം എന്തിനു വരുത്തണം ദേവർഷേ? കാഠിന്യം വരുത്തുന്നതിന് മുമ്പ് ആശങ്ക ഉണർത്തേണ്ടതിന്റെ ആവശ്യം എന്താണ്? അങ്ങ് സ്പഷ്ടമായി പറയാത്തെന്താ ദേവർഷേ? പ്രശ്നം എന്താണ്? ഞാൻ സ്പഷ്ടമായി പറഞ്ഞേക്കാം, പക്ഷെ നിങ്ങൾക്ക് കേട്ടാൽ സഹിക്കില്ല. സുഖവും ദുഃഖവും പരിവർത്തന സ്വഭാവങ്ങളാണ്. ദുഃഖം അധിക സമയം ഉണ്ടാകില്ല. സുഖവും സമയം നോക്കി ജീവിതത്തിൽ നിന്ന് നിശബ്ദമായി പിരിഞ്ഞു പോകും. ദേവർഷേ, അങ്ങ് പറയാൻ വന്നത് സുഖം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറയുമെന്നാണോ? കാർത്തികേയൻ ഇവിടെ നിന്ന് പോകുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. കാർത്തികേയൻ പോകുമെന്നോ? ഞങ്ങളെ വിട്ടു പോകുമോ കാർത്തികേയൻ? അവനില്ലാതെ എങ്ങനെ ജീവിക്കാനാകും? അവൻ എന്തിനു പോകണം? എവിടെ പോകും? എനിക്കിത് അറിയാമായിരുന്നു. ഇത് കേൾക്കുന്നതും നിങ്ങളുടെ മനസ്സിൽ ദുഃഖത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുമെന്ന്. അറിയാമെങ്കിൽ ഈ കൈപ്പേറിയ കഠിന സത്യം പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ഈ സത്യം കൈപ്പേറിയതും കഠിനവും മാത്രമല്ല, സ്ഥിരവും ലോകനന്മയ്ക്കുള്ളതും കൂടിയാണ്. കേൾക്കട്ടെ, ആർക്കാണ് നന്മയുള്ളത്? സർവ്വലോകർക്കും. ശിവപുത്രൻ കാർത്തികേയന്റെ ജനനം താരകാസുരന്റെ വധത്തിനും ശിവഭക്തിയുടെ പ്രചാരത്തിനും വേണ്ടിയുള്ളതാണ്. ഈ 2 കാര്യവും നക്ഷത്രലോകത്തിൽ വസിച്ചുകൊണ്ട് ചെയ്യാനാകില്ല. അതിനാൽ അവൻ ശിവലോകത്തിൽ പോകേണ്ടത് അനിവാര്യമാണ്. ഞങ്ങളുടെ മകനെ ഇല്ല, കാർത്തികേയൻ ഇല്ലാതെ ജീവിതമില്ല. ഇല്ല, ഞങ്ങൾ കാർത്തികേയനെ പോകാൻ അനുവദിക്കില്ല. വിധിയെ ആർക്കെങ്കിലും തടയാനാകുമോ ദേവിമാരെ? ആർക്കെങ്കിലും തടയാനാകുമോ? കൈലാസത്തിൽ നിന്നും ശിവദൂതൻ ശിവപുത്രനെ കൊണ്ടുപോകാൻ ഏത് ക്ഷണവും വന്നേക്കും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
നക്ഷത്രലോകം ഈ ഭാഗത്താണ്. പക്ഷെ യാതൊന്നും കാണാനില്ലല്ലോ. നാം മൂലസ്ഥാനത്ത് ദൂരെ പോന്നാ തോന്നുന്നത്. നമുക്ക് അവിടെ തിരയാം. നടക്കാം. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. നാം എവിടെ പോകുകയാണ്? നക്ഷത്രലോകത്തിൽ. വേറെ എവിടെ? നക്ഷത്രലോകത്തിൽ എന്താ അന്ധകാരം ഉണ്ടാകുമോ? അവിടെ നക്ഷത്രങ്ങളുടെ പ്രകാശമല്ലേ ഉണ്ടാവുക? അപ്പൊ നക്ഷത്രലോകം എവിടെയാ? നന്ദിയും ശിവഗണങ്ങളും. ആ, കുമാരൻ കാർത്തികേയനെ കൊണ്ടുവരാൻ പോകുകയാണ്. മാർഗം തെറ്റിയിരിക്കുന്നു. വരൂ, അതിലെ പോകാം. ഇവർ നക്ഷത്രലോകത്തിലേക്കല്ല, വിപരീത ദശയിലേക്ക് പോകുന്നു. വാ നാരദ, അവരെ തടയുക തന്നെ വേണം. നാം നക്ഷത്രലോകത്തിലെ എല്ലാ പ്രകാശവും മറച്ചു കഴിഞ്ഞു. എങ്കിലും നന്ദിയും ശിവഗണങ്ങളും തിരയുകയാണ്. എന്റെ മനസ്സ് ആശങ്കാകുലമാണ്. ദേവർഷിയുടെ വാക്കുകൾ സത്യമാകുമോ? ഇല്ല, ഞങ്ങൾ അനുവദിക്കുകയില്ല. ഏതോ മായയുടെ മായാപ്രകടനമാണോ? നാരായണ നാരായണ. നന്ദി മഹാരാജ, ഈ മായ ഒരു മായാവിയുടേതല്ല. ഈ മായ മാതാക്കളുടേതാണ്. പുത്രപ്രേമം നിറഞ്ഞ മാതാക്കൾ മായാവിയേക്കാളും പിറകിലല്ല. ദേവർഷേ, അങ്ങ് ഇവിടെ ഈ സമയം? നന്ദി മഹാരാജൻ, നാരദന് സമയം, സ്ഥാനം, ദാനവർ മാനവർ ഒന്നും തന്നെ ബാധകമല്ല. പക്ഷേ ദേവർഷേ, ഞങ്ങളിപ്പോൾ വളരെ വിഷമത്തിലാണ്. നന്ദി, നീ ഏത് ഉദ്ദേശത്തിലാണോ നക്ഷത്രലോകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത്, ആ വിവരം അറിഞ്ഞതോടെ അവിടെ ശോകം വ്യാപിച്ചിരിക്കുന്നു. നക്ഷത്രലോകത്തിലെ 6 മാതാക്കൾ വ്യാകുലരാണ്. അവർ പുത്രവിയോഗം സഹിക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ല. ഈ 6 മാതാക്കളും 10 വർഷത്തോളം കാർത്തികേയനെ സ്വന്തം പുത്രനായി പാലിച്ചു, സ്നേഹിച്ചു, പ്രേമിച്ചു. പെട്ടെന്ന് ആ പുത്രനെ നിങ്ങൾക്ക് തരാൻ എത്ര വിഷമമുണ്ടായിരിക്കും നന്ദി. അതിനാൽ 6 മാതാക്കളും എല്ലായിടത്തും അന്ധകാരം പരത്തി. കാരണം നീ അവിടെ എത്തരുത്. എന്നോട് ഭഗവാൻ വിശ്വനാഥൻ കുമാരൻ കാർത്തികേയനെ കൊണ്ടുചൊല്ലുവാൻ ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിച്ചേ തീരൂ. ഞങ്ങൾക്ക് മാർഗദർശനം നൽകൂ ദേവർഷേ. നാരായണ നാരായണ. മാർഗദർശനം ഞാൻ തരാം, പക്ഷെ സൂക്ഷിക്കണം. ശിവാജ്ഞ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ മാതാക്കളായ കാർത്തികമാരുടെ മനസ്സിനെ കഠോര പ്രവൃത്തികൾ കൊണ്ട് പീഡിപ്പിക്കും.